വലിയൊരു പോരാട്ടത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇത്തരത്തിലൊരു രൂപമുണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അത്രയും വലിയ തെറ്റിലേക്കാണ് നമ്മുടെ പ്രസ്ഥാനം പോകുന്നത് എന്ന് 5 വർഷം മുന്നേ തന്നെ കുഞ്ഞിഷാണൻ ചൂണ്ടിക്കാണിച്ചതാണ്. ആ സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഘടകത്തിൽ അതിശക്തമായി ഇത്തരത്തിലുള്ള തെറ്റിനെ എതിരെ വിരൽ ചൂണ്ടിയവരാണ്. എന്നാൽ അന്ന് തെറ്റിനെതിരെ പറഞ്ഞ എല്ലാവരും അതാത് ലോക്കലിൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കളായി മാറുകയാണ്. ഞാനൊക്കെ എൻ്റെ ലോക്കലിനകത്ത് ഏറ്റവും വലിയ ശത്രുവായി മാറിയത് ഈ ഫണ്ട് വിഷയത്തിനകത്ത് തെറ്റിനെതിരെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്. നമുക്കറിയാം, നമ്മുടെ നാടിനകത്ത് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ നിലപാട് പറയാൻ പറ്റുന്ന ഒരു വേദിയാണ് നമ്മുടെ ഘടകം. അത്തരത്തിൽ നമ്മൾ സത്യം എന്താണോ തെറ്റെന്താണോ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണ്. അത്തരത്തിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ, ഒരു 2 മാസം മുന്നേ എന്നെ ഒരു യുവജന സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി പാർട്ടി തിരുത്തി മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുഞ്ഞിഷ്ണയുടെ മത്സരിക്കാൻ തീരുമാനിച്ചതും നമ്മൾ ഇത്രയും വലിയ വിജയം കൈവരിക്കാനും സാധിച്ചതും. നമുക്കറിയാം, അടുത്ത ജൂലൈ 11 വരാൻ പോവുകയാണ്. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ വിഷയമാണ് രക്തസാക്ഷി ഫണ്ട്. ആ ഫണ്ട് ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും തിരിച്ചറിയപ്പെടുന്നത് കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ബഹുജനവും പൊതുജനവും വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞിട്ടല്ല കാര്യം. സത്യം എന്താണോ തെളിവെന്താണോ അത് നിരത്തി കാണിച്ചുകൊണ്ട് മാത്രമേ പുതിയ കാലത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം, കുഞ്ഞിഷ്ണൻ ചോദിച്ച ചോദ്യം, അതായത് പുസ്തകം ഇറക്കി ഏഷ്യാനെറ്റ് പോയി ഇറക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാം എന്നല്ലാതെ അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് പുറത്തു പറയാൻ വേണ്ടി സാധിക്കാത്തിടത്തോളം കാലം കുറ്റം ചെയ്തത് പാർട്ടിയാണെന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുക. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കുഞ്ഞിഷ്ണൻ രക്തസാക്ഷി ഫണ്ട് ചോദിച്ചതിൻ്റെ ഇത്ര ഫണ്ട് വന്നു, ഇത്ര ഫണ്ട് ചെലവാക്കി, ഇത്ര ഫണ്ട് ബാക്കിയുണ്ട്. ഇത് ജനങ്ങൾ മുന്നിൽ തെളിവ് സഹിതം, സ്റ്റേറ്റ്മെന്റ് സഹിതം കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ പയ്യന്നൂരിനകത്തുള്ളൂ. അത് പറ്റാത്തിടത്തോളം കാലം നമുക്കറിയാം അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന്. ഞാൻ പറയാം, നമ്മുടെ ബ്രാഞ്ചിനകത്ത് ഇതിന്റെ വിശദീകരണം വന്ന സമയത്ത് 37 ലക്ഷം രൂപയാണ് ധനരാട്ട വീടിന് പറഞ്ഞിട്ടുള്ളത്. അതേതായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു വീടിന് അത്ര ചെലവ് വരുന്നില്ല നമുക്കറിയാം. ബാക്കിയെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഒരു വീടിന് അത്ര ചെലവ് വരും നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാധനത്തിന് ഇത്ര കൂടി ശ്രമദാനമൊക്കെ ഉണ്ടായിട്ട് പോലും ആ വീടിനകത്ത് 37 ലക്ഷം രൂപ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ബ്രാഞ്ചിനകത്ത് പറഞ്ഞത് മുതൽ ഞാൻ ശത്രുവാണ്. ആ ശത്രുത കൂടി വന്ന് ഒരു വിഷയം വന്നപ്പോൾ എന്നെ പുറത്താക്കുന്ന തരത്തിലെത്തി. അത്തരത്തിലാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത് കുഞ്ഞിഷ്ണൻ പറഞ്ഞതുപോലെ BJPയുടെ വോട്ട് കുഞ്ഞിഷ്ണന് കിട്ടിയോണ്ടാണ് വിജയിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒറ്റുകാരുടെയും വർഗവഞ്ചകരെയും തേടിപ്പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നേതൃത്വം പോകുന്നത്. എന്നാൽ ഒറ്റുകാരെയും വർഗവഞ്ചകരെയും തേടിപ്പോവാതെ പാർട്ടിയുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇടതുപക്ഷം ഈ രാജ്യത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ പയ്യന്നൂരിനകത്ത് ഇടതുപക്ഷം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എനിക്ക് മുന്നിലിരിക്കുന്നവരതും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളെ ആകെ ആഗ്രഹം ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് തന്നെയാണ്. ആ ഇടതുപക്ഷത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടി തിരുത്തി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം. ഏതായാലും ജനജാഗ്രത എന്ന പുതിയൊരു സംഘടന, പുതിയൊരു രൂപം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം. യഥാർത്ഥ ഇടതുപക്ഷം എന്താണ്, തെറ്റല്ല ശരിയേതാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ഇടതുപക്ഷമായി മാറാൻ വേണ്ടി ജനജാഗ്രതയ്ക്ക് സാധിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്വീകരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു.